ഞാൻ നല്ല സോഫ്റ്റും മധുരമുള്ള ഒരു വട്ടയപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ അരിയൊക്കെ കുതിർത്ത് വെച്ചിട്ടാണ് നമ്മൾ വട്ടയപ്പ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിന്ന് ഇവിടെ അരിപ്പൊടിയും അതേപോലെ ശർക്കര ഉപയോഗിച്ചുള്ള ഒരു വട്ടയപ്പാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പാത്രത്തിൽ കുറച്ച് ചെറു ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. വെള്ളത്തിന് കൂടുതൽ ചൂടുണ്ടാവാൻ പാടില്ല. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുക, പഞ്ചസാര. അതേപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ 1/4 കപ്പ് ചിരകിയ തേങ്ങ, അതേപോലെ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ശർക്കര എടുത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കിയെടുത്തതാണ്. അതും ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു മിക്സർ ഗ്രൈൻഡർ എടുത്ത് അതിലേക്ക് ഈ വറുത്ത അരിപ്പൊടിയും അതേപോലെ 2 ഏലക്കയുടെ സീഡ്സും ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കപ്പിയൊന്നും കാച്ചേണ്ട ആവശ്യമില്ല, തന്നെ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു 8 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പതുങ്ങി കിട്ടിയിട്ടുണ്ടാവും. പുതിയ ഈസ്റ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ജാഗറി സിറപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. കൂടുതൽ വെള്ളം ചേർക്കാൻ പാടില്ല. ഇപ്പം ഞാൻ നന്നായിട്ട് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തിക്നെസ് നോക്കാം. നല്ല കട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 ഗ്ലാസോളം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് മധുരം നോക്കാം. മധുരം കുറവാണെങ്കിൽ ശർക്കര സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടുതൽ ലൂസാവാൻ പാടില്ല. ദോശ ബാറ്ററിനേക്കാളും കുറച്ച് കട്ടി കൂടുതലായിരിക്കണം ഈ ബാറ്ററിന്. എന്നിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ബാറ്റർ നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. റൂം ടെമ്പറേച്ചർ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും ടൈം. ഒരു 4 മണിക്കൂർ തൊട്ട് കൂടുതൽ സമയം വേണ്ടി വരും. എനിക്കൊരു 5 മണിക്കൂർ വേണ്ടി വന്നു. ഇപ്പം നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഒരു സ്റ്റീമർ എടുക്കുക. അല്ലെങ്കിൽ ഇതേപോലെ ഒരു വലിയ പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേറൊരു ചെറിയ പാത്രം ഇറക്കി വയ്ക്കുക. അതിന് മുകളിലായിട്ട് നമുക്കൊരു സ്റ്റീൽ പ്ലേറ്റ്, അതായത് എണ്ണയോ നെയ്യോ വെച്ച് നന്നായിട്ട് ഗ്രീസ് ചെയ്ത ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇനി ഈ പ്ലേറ്റിലേക്ക് നേരത്തെ ഫെർമെൻ്റായി കിട്ടിയ മാവ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ പ്ലേറ്റിൻ്റെ 1/2 പോർഷൻ മാത്രമേ മാവ് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എത്ര തിക്നെസ് വേണോ അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കുക. ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഒരു 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു സ്ക്യൂവറോ അതോ ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കാം. നല്ല ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ വല്ല മാവൊക്കെ പറ്റി പിടിച്ചിട്ടാണ് വരുന്നതെങ്കിൽ കുറച്ച് നേരം കൂടെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമറിൽ നിന്ന് പുറത്തെടുത്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ മുറിഞ്ഞു പോവും. അങ്ങനെ നമ്മൾ സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ തിക്നെസ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. എനിക്ക് തിക്നെസ് അത്ര ഇഷ്ടമല്ലാതാണ് ഞാൻ ഇത്രയും തിക്നെസ്സിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മളുടെ സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ശർക്കര ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഹെൽത്തിയുമാണ്. അങ്ങനെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.